ദേശീയ കമ്പനി ലോ ട്രൈബ്യൂണലിലെ ജഡ്ജിയുടെ പിന്മാറ്റത്തിൽ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി റിപ്പോർട്ട് തേടി. ചെന്നൈ ബെഞ്ചിൽ നിന്ന് രാജിവെച്ച ജഡ്ജിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശവും നൽകി. ജുഡീഷ്യറിയിലുള്ള ഉന്നതൻ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു രാജിവെച്ച ജഡ്ജി ജസ്റ്റിസ് ശരത് കുമാർ ശർമ്മയുടെ വെളിപ്പെടുത്തൽ. സുമോദ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സുമോദ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം? ഈ പാപ്പരത്വവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴാണ് വളരെ നാടകീയമായിട്ട് തന്നെ ജഡ്ജിയായിട്ടുള്ള വിനോദ് കുമാർ ശർമ്മ ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഒരു ജുഡീഷ്യറിയിലെ ഒരു ബഹുമാനിതനായ ഒരു വ്യക്തിത്വം തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ്. കാര്യം ഈ കമ്പനി കൃത്യമായി ഈ കമ്പനി കാര്യ ലോ ട്രൈബ്യൂണലിലെ ചെന്നൈ ബെഞ്ചിലാണ് ഇത്തരത്തിലുള്ള ഒരു നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. അതായത് ഈ പാപ്പരത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ കമ്പനികൾക്കൊന്നും അങ്ങനെ കടബാധ്യതകൾ അവർ കൃത്യസമയത്തുള്ളിൽ വീട്ടണം എന്നുള്ള നിർബന്ധമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും പാപ്പരത്വത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സത്യവാങ്മൂലമാണ് ഈ കമ്പനി സമർപ്പിച്ചിരുന്നത്. കമ്പനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ജഡ്ജിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ജുഡീഷ്യറിൽ നിലവിലുള്ള ഒരു ജഡ്ജി തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പങ്കുവച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ജൂണിൽ ഇക്കാര്യങ്ങൾ കേസ് പരിഗണിച്ചതിന് ശേഷം 2 കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 13 ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് ഈ ജുഡീഷ്യറിയിലെ ഉന്നതൻ്റെ ഒരു ഇടപെടൽ ചൂണ്ടിക്കാട്ടിയത്. ഇതിനനുസരിച്ചാണ് ബെഞ്ച് തനിക്കിനി ഈ തരത്തിലുള്ള വാദം കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വാദത്തിൽ നിന്ന് പിന്മാറിയത്. ഇത് സുപ്രീം കോടതിയിൽ വരെ വലിയ തരത്തിലുള്ള ഒരു കോളിളക്കമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്.